നിത്യഹരിത നായകൻ പ്രേം നസീറിന്റെ ചിറയൻകീഴിലെ വീട് വിൽക്കുന്നുവെന്ന വാർത്തകൾ തള്ളി സഹോദരി അനീസ ബീവി. വാർത്തകൾ പച്ചക്കള്ളമെന്നും വീട് വിൽക്കുന്ന കാര്യം തനിക്കോ കുടുംബത്തിൽ ഉള്ളവർക്കോ അറിയില്ലെന്നും അവർ വ്യക്തമാക്കി. വീടിന്റെ ഉടമയായ നസീറിന്റെ മകൾക്കും ഇക്കാര്യത്തെക്കുറിച്ച് അറിയില്ലെന്നും അനീസ ബീവി ന്യൂസ് 18 പറഞ്ഞു. ആരാണ് ഈ പത്രത്തിൽ കൊടുത്തതെന്നും അറിഞ്ഞൂടാ. നമ്മളെ കുടുംബത്തിൽ ആർക്കും അറിയാൻ വയ്യ. ഞാൻ റീത്തയെ വിളിച്ച് ചോദിച്ചു, അവളുടേതാണ് ആ വീട്, കാക്ക ഇളയ മകൾക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവളോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് അറിയില്ല, നമ്മളാരും അറിയാതെ അങ്ങനെ ഒരു ഇത് ആരെഴുതി ഇട്ടതെന്നൊക്കെയാണ് വീണത്. പിന്നെ കാട് കയറി കിടക്കുന്ന വരേടമെന്നൊക്കെ അതൊക്കെ JCB വെച്ച് നല്ല കിളച്ച് നല്ല സുന്ദരമാക്കി ഇട്ടൊക്കെയാണ്. അതിനെയൊക്കെ ഇങ്ങനെ കള്ളത്തരങ്ങളൊക്കെ എഴുതി വിടണമെന്നൊക്കെ പറഞ്ഞാൽ മോശമല്ലേ. വർഷങ്ങൾക്ക് മുമ്പ് വീട് വിൽക്കാൻ ആലോചിച്ചിരുന്നു. എന്നാൽ പിന്നീട് ആശ്രമം ഉപേക്ഷിച്ചു. സർക്കാരിന് ആവശ്യമെങ്കിൽ വീട് വാങ്ങട്ടെ. പ്രേം നസീറിന് ജന്മനാട്ടിൽ ഒരു സ്മാരകം ഒരുക്കാൻ ഇനിയും സർക്കാരുകൾക്ക് സാധിച്ചിട്ടില്ലെന്നും അനീസ ബീവി കുറ്റപ്പെടുത്തി. നിലവിലെ ഒരു തവണ അവരെ മരുമോനുണ്ടല്ലോ, റീത്തയുടെ മോളുടെ ഭർത്താവ്, അവർ അമേരിക്കയിലാണ്. അവിടെ വീടൊക്കെ വെച്ചുകൊണ്ടിരുന്നപ്പം സ്വന്തമായിട്ടാണ് അത് ചെയ്യേണ്ടത് എല്ലാവരും. അങ്ങനെ അപ്പോഴും ഇത് കൊടുത്താൽ കൊള്ളാമെന്നും പറഞ്ഞ് ഒരു പ്രാവശ്യം ഇവിടെ വന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലായിടത്തും. അതും അവിടുത്തെ റുപ്പീസ് കിട്ടത്തക്ക വിധത്തിലുള്ളതാണ് അങ്ങ് ഉദ്ദേശിച്ചതെന്ന്. പക്ഷേ അതൊന്നും നടന്നില്ല. ഇപ്പോഴും അയാൾ വന്ന് എൻ്റെ കൊണ്ട് പറഞ്ഞതും നല്ല വില കിട്ടിയില്ലെങ്കിൽ അത് അവളെ ഭാര്യയുടെ പേര് കിടക്കണതാണ് നല്ലതെന്നാണ് പറഞ്ഞത്. ഭാര്യയുടെ പേര് കിടക്കും, അല്ലാതെ അവിടെ കിടക്കും എന്നായാലും എന്നാണ് പറഞ്ഞത്. അവർക്ക് 4 മക്കളും ഉണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ നാളെ ഇന്ത്യയിൽ വന്നൂടെ? അതാണ്. അങ്ങനെ ഇവരൊക്കെ ഇപ്പോൾ ഈ പത്രത്തിൽ കണ്ടു വായിച്ചാണ് അറിയുന്നത്. അതിലുള്ള ഒരാൾ മകനോട് ചോദിക്കുകയും ചെയ്തു, ഇങ്ങനെ എത്ര കോടിയാണെങ്കിൽ കൊടുക്കുമെന്നൊക്കെ ചോദിച്ചെന്ന്. അപ്പോഴും അവനും ഇത് തന്നെ പറഞ്ഞു, 6 കോടിയാണ് അവർ പറയുന്നത്, ചിലപ്പോൾ 5 കോടിക്കൊക്കെ നിങ്ങൾക്ക് കിട്ടിയേക്കും എന്നൊക്കെ പറഞ്ഞെന്ന്. അവൻ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, അതേ എനിക്കറിയാവൂ. വാർത്തയുടെ വിശദാംശങ്ങളുമായി അഭിലാഷ് ചേരുന്നുണ്ട്. അഭിലാഷ്, കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഈ ലൈല കോട്ടേജ് വിൽപ്പനയ്ക്ക് എന്ന തരത്തിൽ ഓൺലൈനുകളിലും മറ്റുമൊക്കെ വാർത്ത വലുതായി വന്നിരുന്നു. ആ വാർത്തകൾ പ്രേം നസീറിന്റെ കുടുംബം നിഷേധിക്കുകയാണോ? അഭിലാഷ്, കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇത്തരത്തിൽ പ്രേം നസീറിന്റെ ചിറയൻകീഴിന്റെ അഭിമാനമായ പ്രേം നസീറിന്റെ ഭവനം വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന രീതിയിലുള്ള വാർത്ത ഈ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിച്ചു തുടങ്ങിയത്. ഈ സമയം അടൂർ പ്രകാശ് MP ഉൾപ്പെടെ ഇടപെട്ട് സാംസ്കാരിക മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും നിവേദനം നൽകിയിരുന്നു. ഇത്തരത്തിൽ സർക്കാർ സാംസ്കാരിക വകുപ്പ് ഈ വീട് ഏറ്റെടുക്കണമെന്ന് കാട്ടി നിവേദനം നൽകിയിരുന്നു. മാത്രമല്ല, ചിറയൻകീഴ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന നിരവധി സംഘടനകളും സർക്കാർ ഈ വീട് ഏറ്റെടുക്കണമെന്ന രീതിയിൽ പ്രതികരിച്ചിരുന്നു. ആ ഘട്ടത്തിലാണ് പ്രേം നസീറിന്റെ ഇളയ സഹോദരി തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ താനോ തന്റെ കുടുംബാംഗങ്ങളോ അറിയാതെയാണ് പുറത്തു വന്നതെന്നും രീതിയിൽ പ്രതികരിച്ചിരിക്കുന്നത്. അഭിലാഷ്, ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പ്രേം നസീർ തന്റെ ഏറ്റവും ഇളയ മകൾ റീത്തയ്ക്ക് ഈ വീട് നൽകിയിരുന്നു. റീത്ത പിന്നീട് അവരുടെ മകൾക്ക് കുടുംബം ഈ വീട് കൈമാറി. പക്ഷേ ഇപ്പോൾ ഇതിന്റെ ഉടമസ്ഥർ എന്ന് പറയുന്നവർ വിദേശത്താണ് എന്നുള്ളതാണ് റിപ്പോർട്ട്. അങ്ങനെ അവരുടെ അറിവോടുകൂടിയോ അല്ലെങ്കിൽ അവരുടെ പ്രതികരണത്തിന്റെയോ ഒന്നും അടിസ്ഥാനത്തിലായിരുന്നില്ല ഈ റിപ്പോർട്ടുകൾ എന്നാണോ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? തീർച്ചയായും അഭിലാഷ്, അനീസ ബീബി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ റീത്ത എന്ന മകൾക്ക്, പ്രേമത്തിന്റെ ഇളയ മകൾക്ക് ഈ വീടും ഭൂമിയും നൽകിയിരുന്നത്. ഇപ്പോൾ അതിന്റെ ഉടമസ്ഥാവകാശം റീത്തയുടെ മകളായ രേഷ്മയ്ക്കാണ്. രേഷ്മയും ഭർത്താവും വിദേശത്താണുള്ളത്. ഈ രേഷ്മയ്ക്ക് ഒരു ഘട്ടത്തിൽ വിദേശത്ത് വീട് വയ്ക്കുന്ന സമയത്ത് ഈ വീട് വിറ്റ് അവിടെ വീട് വെക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. എന്നാൽ ആ ഘട്ടത്തിൽ വീട് വിൽപ്പന നടന്നില്ല. എന്നാൽ ഇപ്പോൾ നിലവിൽ ഈ വീട് വിൽക്കുന്ന കാര്യത്തെക്കുറിച്ച് കുടുംബം ചിന്തിച്ചിട്ടുകൂടിയില്ല എന്നാണ് പ്രതികരിച്ചത്. അവിടെ ഉണ്ടാകുന്ന ഒരു സംശയം അഭിലാഷ്, അതായത് ഈ റീത്തയുടെ മകളുടെ പേരിലേക്ക് വീട് നൽകിയിട്ടുണ്ട്. അവർ സ്വാഭാവികമായും വിദേശത്ത് സെറ്റിൽ ചെയ്യുകയാണ്. അങ്ങനെയെങ്കിൽ അവർ കൂടുതലായി ഇവിടേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ ആകണമെന്നില്ല. അപ്പോൾ ഈ വീട് ഇനി എന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് എന്നത് സംബന്ധിച്ച ഒരു പ്രതികരണം കുടുംബത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ? ഈ ഘട്ടത്തിൽ അനീസ ബീവി പറഞ്ഞിട്ടുള്ളത്, സർക്കാരിന് ആവശ്യമെങ്കിൽ വില കൊടുത്താൽ ഈ ഭൂമിയും വീടും സർക്കാരിന് വിട്ടു നൽകാൻ തയ്യാറാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത്. ഒപ്പം നമ്മൾ ഇപ്പോൾ ഈ പ്രേക്ഷകരുമായി ദൃശ്യവും പങ്കുവെക്കുകയാണല്ലോ. ആ ദൃശ്യങ്ങളിൽ നമുക്ക് അത്രമേൽ പരിപാലിക്കപ്പെടുന്നില്ല ആ പ്രദേശം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പൊട്ടിപ്പൊളിഞ്ഞതെല്ലാം ദൃശ്യങ്ങളിൽ വ്യക്തമാണ് താനും. അതിനെന്തെങ്കിലും മറുപടി ലഭിക്കുന്നുണ്ടോ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന്? കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞിട്ടുള്ളത് വീട് സംരക്ഷിക്കുന്നു എന്ന് തന്നെയാണ്. എന്നാൽ വീടിന്റെ മുൻഭാഗം മാത്രമാണ്
അത്തരത്തിൽ സംരക്ഷിക്കുന്ന രീതിയിൽ കണ്ടത്. പിൻഭാഗങ്ങൾ പിൻഭാഗത്ത് പൊട്ടിപ്പൊളിഞ്ഞ രീതിയിലും കാട് കയറിയ അവസ്ഥയിലും തന്നെയാണ് ഉള്ളത്. ഈ പ്രദേശവാസികളുടെ പ്രതികരണങ്ങൾ ലഭ്യമായിരുന്നോ? പ്രദേശവാസികൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രദേശവാസികൾ ആദ്യം ഈ വാർത്ത വന്ന ഘട്ടത്തിൽ തന്നെ ആവശ്യപ്പെട്ടത് സർക്കാർ ഈ ഭൂമി വില നൽകി വാങ്ങി സംരക്ഷിക്കണമെന്ന രീതിയിലാണ് പ്രദേശവാസികൾ. ഞാനിപ്പോൾ തിരികെ എത്താം. മന്ത്രി സജി ചെറിയാൻ തന്നെ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സജി ചെറിയാൻ, സാംസ്കാരികമായി വളരെ പ്രധാനപ്പെട്ട ഒന്നുകൂടിയാണല്ലോ പ്രേം നസീറിന്റെ പ്രാധാന്യം എന്തെന്ന് താങ്കളോട് പറയേണ്ടതില്ല, പ്രേക്ഷകർക്കുമെല്ലാം കൃത്യമായി അറിയാവുന്നതാണ്. മലയാളത്തിന്റെ നിത്യഹരിത നായകന് ഒരു നിത്യഹരിത സ്മാരകം അനിവാര്യമല്ലേ? അതിനുള്ള ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമോ? അല്ല, ഇപ്പോ നമ്മള് ഈ വിഷയം നമ്മുടെ ശ്രദ്ധ വന്നിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം മലയാള സിനിമയ്ക്കും കലയ്ക്കും അധികം സംഭാവന അനുസ്മരിച്ചുകൊണ്ട് 70 സെന്റ് സ്ഥലം ചിറയൻകീഴിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ സ്ഥലം സാംസ്കാരിക വകുപ്പിന് കൈമാറുകയും 5 കോടി രൂപ ഒരു പ്രൊജക്ട് തയ്യാറാക്കി അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പൊ ആരംഭിക്കുകയും ചെയ്തു. അപ്പൊ സ്മാരകം എന്ന നിലയിൽ നമുക്ക് അദ്ദേഹത്തിന് ഇപ്പോ ഉചിതമായ ഒരു സ്മാരകം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റ് ആ കാര്യത്തിൽ നല്ല പങ്ക് നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവിടെ പറഞ്ഞ കാര്യം അദ്ദേഹത്തിന്റെ താമസിച്ച ഭവനം ഏറ്റെടുക്കൽ സംബന്ധിച്ചാണ്. അത് സംബന്ധിച്ച് ചില കത്തുകൾ നമുക്ക് വന്നിട്ടുണ്ട്. അത് കൂട്ടായി പരിശോധിക്കാൻ മാത്രമേ ഒരു അഭിപ്രായം നമുക്ക് ഉണ്ടാക്കാൻ കഴിയത്തുള്ളൂ. കാരണം പണം കൊടുക്കാതെ അവർ സ്ഥലം തന്നാൽ തീർച്ചയായിട്ടും അവിടെ ഉചിതമായ സ്മാരകം നമുക്ക് പണിയാൻ കഴിയും. പണം കൊടുത്തു വാങ്ങാൻ സർക്കാരിന് കഴിയണമെങ്കിൽ ധനവകുപ്പിന്റെ ഒക്കെ അംഗീകാരം വേണം. അപ്പൊ അത് കൂടിയാലോചിച്ച് ഒരു തീരുമാനം കരുതുള്ളൂ. അവര് പണം വേണ്ട, ഞങ്ങൾ തരാൻ തയ്യാറാണ്. അപ്പൊ ബന്ധുക്കളെല്ലാം കൂടെ അങ്ങനെ തരാൻ തയ്യാറാണ് ഏറ്റവും നല്ല കാര്യം. അങ്ങനെ തരാൻ തയ്യാറാണെങ്കിൽ ഒരു സംശയം വേണ്ട, അത് സംരക്ഷിക്കുന്ന കാര്യം ഉറപ്പായിട്ടും ഗവൺമെന്റ് ഏറ്റെടുക്കും. സജി ചെറിയാൻ, അവിടെ ഇപ്പോൾ ഈ കുടുംബാംഗങ്ങളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് 6 കോടി രൂപ നൽകിയാൽ സർക്കാരിന് വിട്ടു നൽകാം എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് കൃത്യമായി ഇതിന്റെ കുടുംബത്തിന്റെ ഉടമസ്ഥർ അല്ല എന്നുള്ളത് ഞാൻ സൂചിപ്പിക്കട്ടെ, ഈ കുടുംബാംഗത്തിൽ നിന്ന് അറിഞ്ഞതാണ്. അതെ, ഒരു പുതിയ പ്രപ്പോസൽ ആണല്ലോ. അതെ, ആ പുതിയ പ്രപ്പോസൽ വരുമ്പോൾ നമുക്ക് 2 രൂപത്തേക്ക് സമീപിക്കാൻ പറ്റും. ഒന്ന്, കുടുംബക്കാർക്ക് കേരളത്തിന്റെ പ്രിയപ്പെട്ട നടൻ എന്ന നിലയിൽ ആ കുടുംബനാഥന്റെ സ്വത്താണല്ലോ, അദ്ദേഹം ഉണ്ടാക്കിയ സ്വത്താണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സ്വത്ത് അദ്ദേഹത്തിന്റെ സ്മാരകമായി നിലനിർത്താൻ വേണ്ടി അത് സൗജന്യമായിട്ട് വിട്ടു തരേണ്ടതാണ് എന്നാണ് എന്റെ അഭിപ്രായം. അങ്ങനെ വിട്ടു തന്നാൽ ഒരു ഗുണമെന്ന് പറയുമ്പോൾ നമ്മുടെ സാംസ്കാരിക വകുപ്പിന് മാത്രമായിട്ട് നമുക്ക് വേണമെങ്കിൽ ആ വീട് സംരക്ഷിച്ച് അത് നിത്യസ്മാരകമായിട്ട് നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. ഇനിയിപ്പോ അവർ പറയുന്ന ഈ തുക, ആ തുക നമുക്ക് സാംസ്കാരിക വകുപ്പ് മാത്രം കൈകാര്യം ചെയ്യേണ്ട വിഷയമല്ല. അത് ധനവകുപ്പ് അടക്കം ഗവൺമെന്റ് ആലോചിക്കേണ്ട കാര്യമാണ്. അങ്ങനെ ഒരു പ്രപ്പോസൽ വന്നാൽ, ആ പ്രപ്പോസൽ വന്നാൽ ഗവൺമെന്റ് അതിനെപ്പറ്റി അന്നേരം പരിഗണിക്കുന്ന കാര്യമായിരിക്കും. അപ്പൊ നമുക്ക് ആലോചിക്കുന്നത്. തീർച്ചയായും ശ്രീ സജി ചെറിയാൻ, താങ്കൾ പറയുന്നത് വ്യക്തമാണ്. എങ്കിലും ഞാനൊരു സംശയത്തിന്, സ്വാഭാവികമായും ഒരു നല്ല പ്രോപ്പർട്ടി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ ഒരു ലാൻഡ് വാല്യൂ ഉൾപ്പെടെ അതിനുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ 6 കോടി എന്നതൊരു വലിയ തുകയാണോ? പ്രത്യേകിച്ച് മലയാളത്തിന്റെ അഭിമാനമായ ഒരു നടന്റെ സ്മാരകം സംരക്ഷിക്കുക. താങ്കൾ സൂചിപ്പിച്ചു കഴിഞ്ഞു മറ്റൊരു പ്രൊജക്ട് ഉണ്ട്, ഏതാണ്ട് 70 സെന്റ് സ്ഥലം അതിനുവേണ്ടി മാറ്റിവെച്ചു, 5 കോടി രൂപ എന്നതും താങ്കൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതെ, അല്ല, അപ്പൊ ഇത് സ്ഥലം വില കൊടുത്ത് വാങ്ങുമ്പോ അത് വനവകുപ്പിന്റെ എല്ലാ അനുവാദം വേണമല്ലോ. എനിക്ക് ഒറ്റയ്ക്ക് പറയാൻ പറ്റുന്ന ഒരു വിഷയമല്ല, തള്ളിക്കളയുന്നില്ല. അതായത് ഒരു കാര്യം കൂടി, ഈ കുടുംബം ഇപ്പോൾ ഈ സർക്കാരിന് നൽകാൻ ഒരുക്കമാണ് എന്ന തരത്തിലാണ് ന്യൂസ് 18നോട് പ്രതികരിച്ചത്. അത് ഔദ്യോഗികമായി സർക്കാർ തലത്തിൽ അറിയിച്ചാൽ അതിനെ പരിഗണിക്കാൻ സർക്കാർ തയ്യാറാകുമോ? അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് എന്റെ അധികാരത്തിൽ നിൽക്കുന്ന ഒരു കാര്യം, സൗജന്യമായി ആ സ്ഥലം വീണ്ടും തന്നാൽ അത് സംരക്ഷിക്കാനുള്ള, ഇന്ത്യൻ സ്ഥാനത്ത് സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മളെ വകുപ്പിന് ചെയ്യാൻ പറ്റും. എന്നാൽ ആ സ്ഥലം വില കൊടുത്ത് ആ സ്ഥലവും വീണ്ടും മേടിക്കണമെങ്കിൽ ധനവകുപ്പിന്റെ പെർമിഷൻ വേണം. കാരണം നമ്മുടെ ഇപ്പൊ അങ്ങനെ ഒരു പ്രോജക്റ്റ് ഇല്ല, അതിന് പൈസ വേണം. അപ്പൊ ബന്ധപ്പെട്ട ധനവകുപ്പുമായിട്ട് ആലോചിച്ച് ഗവൺമെന്റ് തലത്തിൽ തീരുമാനിക്കേണ്ട പ്രശ്നമാണ്. അപ്പൊ ആ ഒരു ഘട്ടത്തിൽ എത്തിയാൽ അങ്ങനെ ആലോചിക്കാം. അങ്ങനെ ഒരു പ്രപ്പോസൽ വന്നിട്ടില്ല. വന്നാൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഒരു കാര്യം. ഇപ്പൊ നമ്മൾ അതിനെപ്പറ്റി എനിക്കൊരു അഭിപ്രായം പറയാൻ പറ്റുന്ന കാര്യമില്ല. റൈറ്റ്, വളരെയധികം നന്ദി മിനിസ്റ്റർ ഞങ്ങളോട് സംസാരിച്ചതിന്. ഇപ്പോൾ സാംസ്കാരിക വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മന്ത്രി സജി ചെറിയാനാണ് പ്രതികരിച്ചത്. അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്, നിലവിൽ
ഇത്തരത്തിലൊരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരു നിർദ്ദേശം സർക്കാരിന് മുന്നിലേക്ക് എത്തിയിട്ടില്ല. അങ്ങനെ എത്തുകയാണെങ്കിൽ അത് കൂട്ടായി ആലോചിക്കേണ്ടതുണ്ട്. ധനവകുപ്പിൽ നിന്ന് അടക്കമാണ് പണം ലഭിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളിൽ തനിക്ക് ഒരു അഭിപ്രായം സ്വതന്ത്രമായി പറയാൻ സാധിക്കുകയില്ല. പക്ഷേ ഈ കുടുംബം ഈ ഭൂമി നൽകുകയാണെങ്കിൽ, സൗജന്യമായി നൽകുകയാണെങ്കിൽ അത് തീർച്ചയായും ഏറ്റെടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് സജി ചെറിയാൻ ഇപ്പോൾ പ്രതികരിച്ചത്. എന്നാൽ കുടുംബത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പ്രതികരണം ഇത് പണം നൽകുകയാണെങ്കിൽ സർക്കാരിന് വിട്ടുകൊടുക്കാം, അതിനപ്പുറത്ത് മറ്റാർക്കും ഇപ്പോൾ വിൽക്കാൻ താല്പര്യമില്ല എന്നുള്ളതാണ്. അഭിലാഷ്, താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടോ? മിനിസ്റ്ററുടെ ഒരു പ്രതികരണം എനിക്ക് തോന്നുന്നു നമുക്ക് ആ കുടുംബവുമായി പങ്കുവെക്കാവുന്നതാണ് എന്ന് തോന്നുന്നു. ഇപ്പോൾ കുടുംബാംഗങ്ങൾ ഉണ്ടാകില്ല, പക്ഷേ അഭിലാഷാണല്ലോ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. തീർച്ചയായും ആ കുടുംബത്തെ ബന്ധപ്പെടാൻ സാധിക്കില്ലേ? ഇങ്ങനെയൊരു നിർദ്ദേശം മിനിസ്റ്റർ വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പണം ആവശ്യമാണെങ്കിൽ പോലും അതൊരു സാങ്കേതിക നടപടിക്രമമായി അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് എന്ന നിലയിലേക്ക് സർക്കാരിലേക്ക് എത്തേണ്ടതുണ്ട്. അങ്ങനെ എത്തിയിട്ടില്ല എന്നാണ് മിനിസ്റ്റർ പറയുന്നത്. അതിന് നമുക്ക് സാധിക്കുമോ? തീർച്ചയായും അത്തരത്തിൽ ബന്ധപ്പെടണമെങ്കിൽ ഈ വസ്തുവിന്റെ നിലവിലെ ഉടമയായ വിദേശത്തുള്ള രേഷ്മ എന്ന പ്രേംനസീറിന്റെ ചെറുമകളുമായാണ് ബന്ധപ്പെടേണ്ടത്. നിലവിൽ ഇവിടെയുള്ള സഹോദരിക്ക് ഉൾപ്പെടെ ഇത്തരത്തിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു പവർ ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അടുത്ത ബന്ധുക്കളുമായി മകൾ, ചെറുമകൾ ഉൾപ്പെടെയുള്ളതുമായി ബന്ധപ്പെട്ട ശേഷം നമുക്ക് തുടർന്ന് കാര്യങ്ങളിലേക്ക് നീങ്ങാൻ കഴിയും. തീർച്ചയായും അത്തരമൊരു സാഹചര്യം ഉണ്ടായെങ്കിൽ അതിന് തന്നെ ശ്രമിക്കേണ്ടതുണ്ട്. കാരണം മലയാളത്തിന്റെ നിത്യഹരിത നായകന്റെ ഭവനമാണിത്. ഇപ്പോഴും അങ്ങനെ ഒരു സ്മാരകമായിട്ടല്ല ആ വീട് എങ്കിൽ പോലും അവിടേക്ക് നിരവധി ആളുകൾ ഈ അദ്ദേഹത്തിൻ്റെ വീട് കാണാനൊക്കെ എത്തുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് സ്മാരകമായി നിലനിർത്താൻ കഴിയുന്നുവെങ്കിൽ അത് തീർച്ചയായും അഭിമാനകരമായ ഒന്ന് തന്നെയാണ്.